ഷിബുവിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നു. ഷിബുവിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? എൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇതിലേക്കാണ്? സിനിമയിലേക്കാണോ പാട്ടിലേക്കാണോ? എല്ലാം ആദ്യമായിട്ട് ഈ സിനിമ രംഗത്ത് വരുന്നത്. സിനിമ രംഗത്ത് വരുന്നത് അതിനു മുൻപ് അറിയാലോ, രഞ്ജിനി കാസറ്റ് ഉണ്ടായിരുന്നു. അവിടെ ട്യൂൺ ഇട്ട് പാട്ട് എഴുതാൻ ആരെങ്കിലും വേണം. അപ്പോൾ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു ഞാൻ. പിന്നെ ഉസ്മാന്റെയും ഡെന്നീസിന്റെ ഒക്കെ പ്രധാന ഹോബി എന്ന് പറയുന്നത് എന്തെങ്കിലും ട്യൂണൊക്കെ ഉണ്ടാക്കുക. ഈ ട്യൂൺ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അല്ലെങ്കിൽ എഴുതി വെക്കാനുള്ള നൊട്ടേഷൻ എഴുത്തോ അതൊന്നും അറിയില്ല. ഇന്നത്തെ പോലെ ടേപ്പ് റെക്കോർഡൊന്നും ഉള്ള കാലമല്ല. സോ ഒരു ട്യൂൺ ഇവരുണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം പാട്ട് എഴുതണം. അതിൽ മറന്നു പോകും, പക്ഷെ ഒരു ലിറിക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ കൊച്ചു കൊച്ചു പാട്ടുകളും തമാശകളും ഇത് മുഴുവൻ എഴുതിയിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രാക്ടീസ്. രഞ്ജിനി കാസറ്റ്സിന്റെ ഓണപ്പാട്ടായിരുന്നല്ലോ ഒരു സമയത്ത്, ഒരു സമയം തൊട്ട് ഹിറ്റായി ഏറ്റവും കൂടുതൽ ചെലവഴിച്ച് പോയിരുന്നത്. എന്തിന് കറുത്തപ്പെണ്ണെ പോലും നമ്മൾ ഓണപ്പാട്ടല്ലേ. അപ്പൊ എന്തായാലും ഷിബു വീണ്ടും തുടരാം. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. അനായാസമായി തമിഴ് മലയാളം ഗാനങ്ങൾ പാടാൻ കഴിവുള്ള ഒരു ഗായികയാണ് ഇന്ന് നമ്മുടെ അതിഥി. ഈ ഗായിക കേരളത്തിൽ പാടാത്ത ജില്ലകളുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുപോലെ തന്നെ പോകാത്ത വിദേശ രാജ്യങ്ങളുമില്ല. ഏകദേശം 18 രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കലാഭവൻ ബിന്ദു. ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കലാഭവൻ ബിന്ദു. നമസ്കാരം, എൻ്റെ പേര് ബിന്ദു. കലാഭവൻ ബിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ ഗാനമേളകളിൽ പാടാൻ തുടങ്ങിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ പാടുന്നത് കൊച്ചിൻ സോളോ എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലാണ്. അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കലാഭവനിലേക്കുള്ള ഒരു ചാൻസ് വരുന്നത്. ഇപ്പോഴും ഞാൻ ഗാനമേളകളിൽ സജീവമായിട്ട് തന്നെ ഉണ്ട്. അമൃത ടിവിയുടെ തന്നെ സൂപ്പർ ട്രൂപ്പ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇതിനു മുമ്പ് പങ്കെടുക്കുവാനും അതിൽ വിന്നറാകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പാടാം നേടാം എന്ന ഈ മ്യൂസിക് ചാറ്റ് ഷോയിലൂടെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നമസ്കാരം ബിന്ദു. സുഖമായിരിക്കുന്നോ? ഞാൻ പറയായിരുന്നു, ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് വേദികൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ബിന്ദുവിനെ അറിയാവുന്നവരും എന്താണ് ബിന്ദു പറയാൻ പോകുന്നതെന്ന് വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ഏത് പാട്ടാണ് ആദ്യം പാടുന്നത്? ഞാൻ ആദ്യം കാണാമറയത്ത് സിനിമയിലെ കസ്തൂരിമാൻ കുരുന്നേ. കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈ രാവിൽ നീ കൂടെ വാ. ശ്യാം സാറിന്റെ പാട്ട്. അതെ, തകർക്കൂ. കസ്തൂരി
ഈ പാട്ട് വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. നല്ലൊരു ശബ്ദമുണ്ട് അല്ലേ? ശിവ എന്ത് പറയുന്നു? അസലായി, നല്ല ഫീല്. കാണാമറയത്തിലെ പാട്ടല്ലേ? അതെ, കാണാമറയത്തിലെ പാട്ട്.